ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിയാസ് കെ. നമ്മളിന്ന് ചെറിയൊരു യാത്ര പോകട്ടോ, ഉളുപ്പണിക്കാട്ടോ പോണത്. അപ്പം കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചാണ്, അങ്ങനെ വേണ്ടി ഇറങ്ങിയതാട്ടോ. അപ്പം ഞാനുണ്ട്, യാസിനീപ്പി ഉണ്ട്, ഇത് ഷിയാസിക്ക ഉണ്ട്, പിന്നെ ഇക്കാട് 2 കൂട്ടുകാരുണ്ട്. നമ്മളിന്ന് പോവാണ്, പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നുള്ളത്. കുറേ നാളെ അങ്ങോട്ട് കയറിയിട്ട്. പണ്ട് നമ്മൾ ഇതിലൂടെയൊക്കെ പോകുമ്പം ഈ വഴിയുടെ ഇറങ്ങി തന്നെയായിരുന്നു. പക്ഷേ മേളിലേക്ക് ചെല്ലുമ്പോഴത്തേന് നല്ല എന്താ പറയുക, റീസോൾ ചെയ്യാൻ വേണ്ടി കല്ല് നിർത്തിയിരുന്നു. അതിന് മുമ്പ് പോകുമ്പോഴേക്കും അവിടെ മൊത്തം നല്ല രീതിയിൽ ഓഫ് റോഡിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഏരിയകളൊക്കെ ആയിരുന്നു. ഇപ്പോൾ അത് ഈ കാണുന്നത് ഒരു കോൺക്രീറ്റ് വഴിയാണ്. പണ്ട് നമ്മൾ പോകുമ്പോൾ ഇവിടെ കോൺക്രീറ്റ് ആയിരുന്നില്ല കേട്ടോ. നല്ല ടാസ്കൊക്കെ ഉള്ള സ്ഥലമായിരുന്നു കേട്ടോ. അല്ല, അന്ന് വേറെ എന്തോ സൗണ്ട് കേൾക്കുമല്ലേ? ഇപ്പം ഞങ്ങൾ ഈ ഇറങ്ങി വരുന്ന ഭാഗം എത്തുന്നതിന് തൊട്ട് മുമ്പ് വലത്തോട്ട് വഴി പോകുന്നുണ്ട്. നല്ല വഴിയാട്ടോ, കോൺക്രീറ്റ് വഴിയാണ്. അത് ഉളുപ്പണിയുടെ ടോപ്പിലേക്ക് എത്തണ വഴിയാട്ടോ. നമ്മൾ നേരെ താഴത്തേക്ക് പോകാനുള്ള വഴിയാണ് നമ്മൾ നോക്കുന്നത്. കാരണം ആ വഴിക്കാണ് ഇച്ചിരിയെങ്കിലും ഓഫ് റോഡ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. ഇതിനു മുമ്പ് നമ്മൾ ഈ വഴിക്ക് പോയിട്ടുണ്ട്, ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഇവിടെ വെച്ച് നമ്മളൊരു പിക്കപ്പ് വലിച്ച് കയറ്റി വിടുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോൾ മൊത്തം കാപ്പിത്തോട്ടവും അതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴിയും നല്ല രസമാട്ടോ. ഇതിലല്ലോ ജനറേഷൻ വീടുണ്ട്, പഴയ വീടുണ്ട്. താഴത്തേക്കാ കഴിച്ചു ഞങ്ങൾ പണ്ട് വന്നിട്ടുള്ള കുറച്ച് നാളുകളായി. ചേട്ടാ, അവിടെ ആ മലയുടെ മേളൊക്കെ നമുക്ക് പോകണ്ടേ. ഞങ്ങൾ ഓഫ് റോഡൊക്കെ പ്രതീക്ഷിച്ച് വന്നെങ്കിലും ഈ വഴിക്കൊന്നും വലിയതായിട്ട് ഓഫ് റോഡൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് അധികം പുറത്തുനിന്നുള്ള വീഡിയോസൊന്നും കാണിക്കാത്തത്. വളരെ സിമ്പിളായിട്ടുള്ള നല്ല നല്ല വഴികളാണ് ഇവിടെ മൊത്തം. അപ്പോൾ കണ്ടില്ലേ, നല്ല വീതിയുണ്ട്. 2 വീല് കമാൻഡർ ട്രിപ്പ് ജീപ്പൊക്കെ വരുന്ന വഴി. അയ്യോ ആനാന്നൊക്കെ പറഞ്ഞില്ല, അയ്യോ 2 വീല് കമാൻഡർ. എടാ യാസീൻ, അതിന്റെ മേളിലേക്ക് ഒരു വഴി ചോദിക്കണം. അത് മറയൂടാ, അവിടെ കയറി. അതാണോ ഇത്? പറയാൻ ഞങ്ങൾ ഫീൽഡിൽ നിന്ന് കുത്തിയിരിക്കണോ? ഞാൻ ഇറങ്ങിയിട്ട് കയറിയോ? അതിൽ കൂടെ കയറാൻ പാടാ, ഇവിടെ തിട്ടായിട്ട് ഇരിക്കുന്നുണ്ട്. വഴി ലെവലാക്കാം, വഴി ലെവലാക്കാം. കയറി വരുന്നേ, സൈഡാണ് ഇട്ടേക്കണേ. 2 സൈഡാലോ കറങ്ങണോളൂ. ഞാനൊരു കുഴിയിൽ പോയി. ഓട്ടെ കയറുന്നേ, ഒന്നുകൂടെ അതുമല്ലോ. ടയർ ഇറങ്ങുമൊന്നുമില്ല, മണ്ണിടിഞ്ഞു പോവുള്ളൂ. ഓട്ടെ അവിടെ നിന്ന് കയറില്ല, അവിടെ നിന്ന് കേറില്ല.
വഴി ലെവലായി, പോട്ടെ. അതിടിച്ചാലും കുഴപ്പമില്ല, മണ്ണല്ലേ. അടുത്തേല് കയറും. ഒന്നോടെ ആട്ടിക്കേ, ഒന്നോടെ ആയിക്കോളും പോട്ടെ. ഒന്നോടെ ആവണ്ട. അപ്പോൾ കുറേ തവണ ട്രൈ ചെയ്തിട്ടാണ് ആ പരിപാടി എത്തിയത് കേട്ടോ. കാരണം നല്ല കയറ്റമാണ്, നല്ല കുത്ത് കയറ്റവും, പിന്നെ മഴ പെയ്ത് മണ്ണൊഴുകി നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യം എല്ലാം കൊണ്ടും ആയപ്പോഴേക്കാണ് വണ്ടി കയറാണ്ടിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഒറ്റ വണ്ടിയേ ഉള്ളൂ, ഒരുപാട് അലമ്പൊന്നും കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ലായിരുന്നു കേട്ടോ. ഇതിൻ്റെ മേളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടികളുണ്ടെങ്കിൽ നോക്കാൻ പറ്റുള്ളൂ. കാരണം അവിടെ നല്ല ടാസ്ക്കാണ്, ഹെവി ആയിട്ട് നിൽക്കും കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് എല്ലാവരും ഫോട്ടോജനിക്കാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടി ജനിച്ച ആൾക്കാരട്ടെ ഇവരൊക്കെ. അതിനു വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുത്തിപ്പറഞ്ഞ് കുറ്റപ്പെടുത്തി ഫോട്ടോ എടുത്ത് എൻ്റെ പോനടാ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല. ആ മാതിരി പരിപാടിയായിരുന്നു കേട്ടോ. ഫുള്ള് ഫോട്ടോ എടുക്കൽ എന്നെ പരിപാടി. അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ ഒരു ഇവിടുന്ന് ചാടി ഇറങ്ങി താഴത്തേക്ക് പോകാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഹലോ. അതിനിടയ്ക്ക് യാസിനിപ്പിക്ക് കുറേ ഫോൺ വരും. പുള്ളി വന്നിട്ട് വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇറക്കുന്നത് വളവളാന്ന് പറഞ്ഞ വർത്തമാനം. യാസീൻ മഴ തന്നെ കേട്ടോ. അത് നമ്മൾ കയറിയപ്പോഴേക്കും മഴക്കാറൊന്നും അത്ര കാര്യമായിട്ടില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് മഴക്കാറായി. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി ഫുള്ള് മഴയുമായി. മഴയത്തുള്ള ഡ്രൈവുകൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമ്മളപ്പോൾ പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ഉണ്ടാവും. കാരണം മണ്ണാണ്. പിന്നെ ഇവിടുത്തെ ഈ ഇടുക്കി സൈഡിലേക്കുള്ള മണ്ണ് എന്ന് പറയുന്നത് മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു ചെളിയാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആവണതിന് മുമ്പ് തന്നെ ഇവിടുന്ന് വയ്യ ഇറങ്ങി പോകാമെന്ന് ചോദിച്ചു. കാരണം നമ്മുടെ വണ്ടി ഇപ്പോൾ കയറിയ സമയത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ കറങ്ങി കയറിയത് കൊണ്ട് മണ്ണായിട്ട് കിടക്കുന്ന സ്ഥലം എല്ലാം ഒഴുകിപ്പോകും. ഇനി മഴ പെയ്യുമ്പോഴേക്കും കുറേ മണ്ണ് പോയിട്ട് അവസരം ഇപ്പോൾ ഈ വെള്ളാരക്കല്ല് പോലെ കിടക്കുന്ന സാധനം കണ്ട് അത് ഫുള്ളായിട്ട് അങ്ങ് തെളിഞ്ഞു പോയിട്ടോ. അപ്പോൾ എന്തായാലും ഇല്ല, നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ കയറാത്ത സ്ഥലത്തൊന്ന് കയറാൻ നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ആ റോഡ് കണ്ട് മൊത്തം നമ്മുടെ വണ്ടി മാറ്റി കുറച്ച് 2-3 വണ്ടികൾ വന്ന് കയറി കഴിഞ്ഞാൽ വഴിയുടെ അടുത്തൊരു തീരുമാനം കൂട്ടോ. കാരണം വഴി കുളമാകുമെന്നല്ല, നന്നായിട്ട് വഴി ശരിയാകും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മളപ്പോൾ ഇവിടുന്ന് ഇനി അടുത്തത് പോകണതിന് നമുക്ക് ഇവിടുന്ന് ഉളുപ്പണിയുടെ വേറൊരു വ്യൂ പോയിന്റ്, നമുക്ക് ഇടുക്കി ഡാമൊക്കെ കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോകണ വഴിക്ക് ഒരു ടണൽ കാര്യങ്ങൾ, ഒരു റിവർ ക്രോസ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പക്ഷേ അവിടെ മഴയായതുകൊണ്ട് എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയത്തില്ല. എന്തായാലും അങ്ങോട്ട് പോവാം കേട്ടോ. നല്ല കിട്ടില്ല മഴ വരാനുണ്ട്, നല്ല അടിപൊളി എന്താ പറയുക, മലനിരകളും പച്ചപ്പും ഭയങ്കര രസമുണ്ട് കാണാൻ. ചെളിയുണ്ട്, ഈ ചെളിക്കാത്തോണ്ട് ചടിക്കായിരുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേരാട്ടോ. അതിന്റെ വീഡിയോ വരും കേട്ടോ.
ലാസ്റ്റ് നല്ല മഴ അതിനെ